Hello everyone, Namaskaram. Welcome back to a new video on the channel Comrade CA. This is your friend Amit. നിങ്ങൾക്ക് സി എ എക്സാംസിൽ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പേപ്പർ വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് വായിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കുന്നുണ്ടെങ്കിൽ അഥവാ എങ്ങനെയാണ് വളരെ വേഗത്തിൽ ഞങ്ങൾ സബ്ജക്ട്സ് വായിച്ചെടുക്കുക എന്നറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ ഞാൻ പറയുമ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, വിച്ച് വാസ് ബാഡ് എക്സ്പീരിയൻസ്, ആൻഡ് ദെൻ ഹൗ ഡു ഐ ടേൺഡ് ദാറ്റ് ബാഡ് എക്സ്പീരിയൻസ് ഇൻ ടു എ സക്സസ്ഫുൾ വൺ. ഇതിനെപ്പറ്റി ഞാൻ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്ട്രേറ്റ് അവേ തുടങ്ങുക. ദിസ് ഈസ് എ റിക്വസ്റ്റ് ഫ്രം വൺ ഓഫ് അവർ സബ്സ്ക്രൈബർ, ലൈക്ക് ഹൗ ടു സ്റ്റഡി ഫാസ്റ്റ്. രാവിലെ തുടങ്ങി രാത്രി വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചിട്ടും വളരെ വേഗത്തിൽ എനിക്കൊന്നും തീർക്കാൻ പറ്റിയില്ല. ഇന്നത്തെ ദിവസം എൻ്റെ പ്രത്യേകിച്ചൊന്നും കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഗിൽട്ട് ഡെഫിനറ്റ്ലി സി എ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനി സോ കോൾഡ് പ്രൊഫഷണൽ എക്സാംസ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ്, ഓർ എനി എക്സാംസ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ്, ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്, then definitely you are in a right direction of studying, definitely. But how to overcome any clarity, any confusion, any dilemma that is coming across, let's check it out in this video in next 10 to 15 minutes. First of all, before starting this video, I would like to tell that you're watching YouTube channel Comrade C. I'm making this video as a give back to the society, like how to overcome small pitfalls that is coming in your journey of CA. So there are a lot of interesting videos on this channel. Do watch it out. There are plenty of them, and which will definitely benefit and keep you motivated throughout your CA journey, and definitely in your self-development as well. So do hit a like button, also share your comments, as well as subscribe to the channel Comrade CA. This will motivate me, also benefit me a lot. So by watching this video, definitely you will be benefited. By subscribing to the channel, definitely I will be benefited. So keep watching this video. So before we start, the first thing that I want to say is that ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സി എ ഫൈനലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സി എ ഫൈനലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം IDTയുടെ ബുക്ക് വന്നു. IDT ഈസ് ഇൻഡയറക്റ്റ് ടാക്സസ്. അതിൻ്റെ ഒരു ടാക്സിൻ്റെ ബുക്ക് വന്നു. ബുക്ക് വന്നപ്പം 1500 പേജിൻ്റെ ബുക്കാണ്. ഓക്കെ, 1500 പേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് 1500 പേജാണെന്നുണ്ടെങ്കിൽ എക്സാമിന് എത്ര സമയമുണ്ട്? എക്സാമിന് സമയമുള്ളത് 3 മാസം, അല്ലെ 6 മാസം, അല്ലെ 30 ദിവസം. അപ്പം എനിക്ക് എത്ര സമയമുണ്ട് ഓരോ ദിവസം ഓരോന്ന് വായിക്കാൻ വേണ്ടി? ഒരു ദിവസം എത്ര വായിക്കണം, എത്ര പേജ് വായിക്കണം? 1500 ഡിവൈഡഡ് ബൈ 6 months ഓർ 30 days, അങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് പേജ് കിട്ടി. ഓക്കെ, ഒരു ദിവസം ഇത്ര പേജ് വായിക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ വായന തുടങ്ങി. രാവിലെ മുതൽ രാത്രി വരെ വായിച്ചു. അന്ന് വായിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോഴും സമാധാനമില്ല, ഇനി എത്ര പേജുകൾ വായിച്ച് തീർക്കാനുണ്ട്, കുറേ പേജുകൾ. അങ്ങനെ വാശിയോടെ ഇനിയും വായിച്ച് 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ടും 1500 പേജിൽ എത്ര വായിച്ച് തീരും? ഒന്നുമില്ല. 1500 പേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മലത്തി നോക്കി, ഇതെങ്ങനെ വായിക്കും, എങ്ങനെ തീർക്കും, എങ്ങനെയാണ് റിവൈസ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരെത്തുപിടിയും കിട്ടില്ല. എക്സാം അടുക്കുന്തോറും ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലേ? ഗിൽട്ട്, ടെൻഷൻ, എൻസൈറ്റി, അല്ലെ മെൻ്റൽ ഇഷ്യൂസ്, ആരോടും സംസാരിക്കുന്നില്ല, ഐസൊലേഷൻ, എല്ലാവരുടെയും ഫോൺ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എക്സാമിനൊക്കെ മോട്ടിവേഷൻ തരാൻ വേണ്ടി കുറേ പേര് വിളിക്കുന്നുണ്ട്, പക്ഷെങ്കിലും ഒന്നും തലയ്ക്ക് അവരോട് ഈ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ ചെയ്യുക? എങ്ങനെ ഇരിക്കുമ്പം ഒന്നും കിട്ടിയില്ല, പരാജയങ്ങൾ വന്നു. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 5 സെക്ഷനിലായിട്ട് ഞാൻ ഓരോ സൊല്യൂഷൻ പറയും. ഫസ്റ്റ് തിങ്, ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നേരെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര ദിവസം ചെയ്ത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതൊരു റോങ് ആയ ഡിസിഷനാണ്, അല്ല. വിത്തൗട്ട് ഇനഫ് പ്ലാനിങ് യു ആർ പ്ലാനിങ് ടു ഫെയിൽ. ഓക്കെ, അങ്ങനെയൊക്കെ പ്രോവൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? ഫസ്റ്റ് സെക്ഷൻ 1 നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, IDT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലോ എടുക്കുകയാണെങ്കിൽ, ഓഡിറ്റ് എടുക്കുകയാണെങ്കിൽ, ആ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, പേപ്പറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്,
ആ സബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഒരു ABC അനാലിസിസ് അറിയണം. ഫസ്റ്റ് ABC അനാലിസിസ് അറിയണം. എന്തൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു പണ്ഡിതൻ്റെ അടുത്ത് അല്ലെ CA ജയിച്ച പണ്ഡിതൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം മൊത്തത്തിൽ പഠിക്കണം എന്ന് പറയും. ആ സ്ഥലത്തോട്ടേക്ക് ഒരിക്കലും പോകരുത്. എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, 60% ഓഫ് യുവർ പേപ്പർ ഇസ് ഓൺലി ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യണ്ട, ഡിസ്ക്ലെയിമറായിട്ട് ആരെങ്കിലും പറയും. പക്ഷേ എങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ പഠിക്കണം. 60% വളരെ പെർഫെക്റ്റായി അറിയുന്നുണ്ടെങ്കിൽ പിന്നെ 60% മതിയല്ലോ പാസ്സാകാൻ വേണ്ടി. പിന്നെ എന്തിനാണ് ബാക്കി 40% പഠിക്കാനിരിക്കുന്നത്? ആവശ്യമില്ല. ബട്ട് ഐ വിൽ നോട്ട് ഗിവ് സച്ച് അഡ്വൈസ് എന്നും പറയാം, ബിക്കോസ് ഡിസ്ക്ലെയിമറാണ്. ഓക്കെ, അപ്പോൾ ആ 60% പോർഷൻ എന്താണെന്നുള്ളത് അറിയുവാൻ ശ്രമിക്കുക. അപ്പോൾ IDT പോലത്തെ ഉള്ള ഒരു സബ്ജക്റ്റിൽ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് എപ്പോഴും എമൻമെൻറ്റ്സ് ഇതും വരുന്നതല്ലേ, അപ്പോൾ ഈ ബുക്ക് ഏർലി നമുക്ക് കിട്ടില്ലല്ലോ, നേരത്തെ കിട്ടില്ലല്ലോ, പിന്നീടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഞാനും ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ IDT ഒന്നും പഠിക്കാതെ ബാക്കിയുള്ള സബ്ജക്ട്സൊക്കെ പഠിച്ചിട്ട് ഇതിനെ ഡിലേ ചെയ്യും. അങ്ങനെയാണ് ഈ കൺഫ്യൂഷനിലേക്ക് അറിയുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് ഈ ബുക്ക് ഏതാണ് കിട്ടുന്നത് അതെടുത്തിട്ട് വായിക്കേണ്ടി തുടങ്ങും. അമെൻമെൻറ്റ്സ് വരുമ്പം ആ അമെൻമെൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്യുക, ഏതൊക്കെ ഏരിയാസുള്ള. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ IDTയുടെ ബുക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ എടുത്ത് വായിക്കുക. ജസ്റ്റ് IDTക്ക് വേണ്ടിയിട്ടുള്ള റെഫറൻസിൽ ഞാൻ പറയണം, ഒരു എക്സാമ്പിൾ എടുത്തിട്ട്. അപ്പം അതിനകത്ത് നമുക്ക് ABC അനാലിസിസ് എടുത്ത് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ റിലവൻ്റ് ആയിട്ടുള്ള, ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏത് എക്സാമിനാണ്, ഏത് വർഷമാണ് നിങ്ങൾ പോകുന്നത്, അതിനൊരു ABC അനാലിസിസ് ഉണ്ടാകും. അതിനകത്ത് വരുന്ന പാർട്ട്, സെക്ഷൻ ABCയിൽ പാർട്ട് ഡെഫിനറ്റ്ലി എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ആവുന്ന ഒരു കാര്യമായിരിക്കും. ഏതെങ്കിലും 1-2 ചാപ്റ്റർ മാത്രമല്ല, സബ് സെക്ഷൻ മാത്രമായിരിക്കും മിസ് ഔട്ടായി പോകുന്നത്. സാരമില്ല, ആ പാർട്ടിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം നമുക്ക് ഏത് സെക്ഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സെക്ഷനിലേക്ക് തീർച്ചയായിട്ടും വളരെ പേസ് കൂടി ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പം ക്വസ്റ്റ്യൻ എന്താണ്? വളരെ വേഗത്തിൽ എങ്ങനെ പഠിക്കാം? ഓക്കെ, വേഗത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യങ്ങൾ തീരുമാനമായല്ലോ, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അതിന് ഞാൻ വീണ്ടും റിവൈസ് ചെയ്യും. അപ്പോൾ ഇത് എത്ര വേഗത്തിൽ വായിക്കണം, എത്ര ടൈം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ട്രക്ചറും പിന്നെ എത്ര ABC അനാലിസിസിനെയും കുറിച്ചാണ് നമ്മൾ മനസ്സിലായത്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ 80% വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആക്റ്റീവ് റീകോളും കൂടി വയ്ക്കും. അപ്പോൾ ഞാനിവിടെ ആക്റ്റീവ് റീകോൾ എന്ന് പറയുമ്പോഴും ഫാസ്റ്റ് എങ്ങനെ വായിക്കുക എന്നുള്ളൊരു ഉത്തരം വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. ഫാസ്റ്റിനെക്കാട്ടും കൂടുതൽ നമ്മൾ ശരിക്ക് പഠിച്ചതിനെ മനസ്സിലാക്കുന്നതാണ്. 60% ഓഫ് ഇതൊക്കെ ഞാൻ പറയില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാസ്റ്റിൻ്റെ പിന്നാലെ പോവാതെ ആ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് എടുത്തു തുടങ്ങും. ആ കോൺസെപ്ഷ്യൽ ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നമ്മളെ ബ്രെയിൻ ഒന്ന് സെറ്റിലാവും. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ പഠിക്കുന്ന എഞ്ചിനെ ഒന്നുകൂടി ലിഫ്റ്റ് ചെയ്യും. നമുക്ക് പേസ് കൂടും. നമുക്കറിയാമല്ലോ 60% ആണ് പഠിക്കാനുള്ളത്. ആ 60% ആണ് നമുക്ക് ആദ്യം തീർക്കേണ്ടത്. പിന്നെ ടൈം പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് 40% പഠിച്ചാൽ മതി. അപ്പോൾ ആ പാർട്ടിനെ ABC അനാലിസിസിൻ്റെ പോർഷനെ വളരെ വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി രാത്രി വരെ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ആവറേജ് പേഴ്സണ് ശരാശരി ഇരിക്കുമ്പം 20 മിനിറ്റാണ് കറക്റ്റ് ഫോക്കസ് ചെയ്ത് വായിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ 20 മിനിറ്റ് നമ്മളെപ്പോഴും സീസ് ചെയ്യണം. വേറെ ഒരു ഡിസ്ട്രാക്ഷനും ആവാതെ ആ 20 മിനിറ്റിൽ ഒരു സെക്ഷൻ നമ്മൾ വായിച്ച് തീർക്കണം. ഓക്കെ, അപ്പം ഞാൻ ABC അനാലിസിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇന്നത്തെ ദിവസം ഒരു ദിവസം ഞാൻ എത്ര വായിക്കും? ഞാൻ 80% വായിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഞാൻ 9 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 80% ഞാൻ ഒരു സബ്ജക്റ്റിന് മുകളിലിരിക്കും. 20% എൻ്റെ റിവിഷൻ പ്ലസ് എന്തെങ്കിലും പുതിയത് ഇനി അടുത്ത സബ്ജക്റ്റ് എടുക്കാൻ പോകുന്നതിൽ മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്യും. ഓക്കെ, സോ 80% ആണ് ഞാൻ ഈ IDT വായിക്കുന്നത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വാട്ട് എവർ യു ആർ ടേക്കിംഗ് അപ്പോൾ അതിന് കൊടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ 80% കൊടുക്കുമ്പോൾ അത് അത്രയും പേസ് ഞാൻ കൊടുക്കുകയാണ്. പേസ് ദാറ്റ് മീൻസ് എൻ്റെ പേസ് ഞാൻ കൊടുക്കുമ്പം അല്ലെങ്കിൽ വേഗതയിൽ എനിക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ
എൻ്റെ അലേർട്ടായിട്ടുള്ള ടൈം ഏതാണ് അതിനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ അലേർട്ടായ ടൈം, ഞാൻ എന്നെപ്പറ്റി പറയുമ്പോൾ എൻ്റെ അലേർട്ടായ ടൈം രാവിലെ എണീറ്റ ഉടനെ അല്ല. രാവിലെ എണീറ്റ ഉടനെ എനിക്ക് വലിയ പേസ് വരുന്നില്ല. ഞാൻ നോട്ട് എ വെരി ഗുഡ് മോർണിംഗ് പേഴ്സൺ. സോ വാട്ട് ഐ ഡു ഇസ് ദാറ്റ് I wake up in the morning and I just have a glance of what I study. That means എൻ്റെ റിവിഷൻ ആണ് നടക്കുന്നത്. ആദ്യം രാവിലെ ഇന്നലെ വായിച്ചു കഴിഞ്ഞ് എൻ്റെ റിവിഷൻ ഞാൻ കൊടുക്കുകയാണ്. ആ റിവിഷന് 1-2 മണിക്കൂർ ചെയ്തതിന് ശേഷം അവിടെ ഞാൻ ആക്റ്റീവ് റീകോൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് റീകോൾ ടെക്നിക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണൂ, വളരെയധികം ഉപയോഗപ്പെടും. അപ്പം അതിൻ്റെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഈ ലിങ്ക് ഞാൻ വിടാം. ആക്റ്റീവ് റീകോൾ ടെക്നിക്ക് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ സമയം, രാവിലത്തെ സമയം എൻ്റെ പോകുന്നത്. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ പ്രധാനമായിട്ട് പഠിക്കാനുള്ള സാധനത്തിന് എടുക്കുക. IDT ആണെന്നുണ്ടെങ്കിൽ അതിന് 80% ടൈം ഞാൻ ഇടുന്നു. അപ്പോൾ ഇന്നലെ രാത്രി, ഇന്ന് പഠിക്കാനുള്ളത് ഇന്നലെ രാത്രി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്നേതാണ് എനിക്ക് വായിക്കാനുള്ളത്. അപ്പം ഇന്ന് ഞാനിത് വായിച്ച് തീർക്കും, ഇന്നത്തെ ടാർഗറ്റാണ്. അത് ഞാൻ ഒരാഴ്ച മുന്നേ എഴുതിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരാഴ്ച മുന്നേ എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസം രാത്രി നാളത്തെ ടാർഗറ്റിനെ കുറിച്ച് ഞാൻ എപ്പോഴും ഒന്ന് എഴുതി അല്ലെങ്കിൽ മനസ്സിലാക്കൊന്ന് നോക്കും. അപ്പോഴെനിക്ക് മനസ്സിലാവും, ഒന്നുകൂടി ഊർജ്ജം കൂടും, നാളെ രാവിലെ എണീറ്റ് ഇതാണ്. അങ്ങനെയാണ് ഈ വേഗത കൂടുന്നത്, അങ്ങനെയാണ് ഈ എൻഗേജിങ് ആവുന്നത്. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ രാത്രി തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യും. എനിക്ക് ഇന്നേതാണ് വായിക്കേണ്ടത്, ഇന്നേ ടോപ്പിക്കാണ്, ആ ടോപ്പിക്കിൽ ഇന്നേത് പോർഷൻ രണ്ടും കവർ ചെയ്യണം. ഓക്കെ, ഇന്നിത് രണ്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച, ഇപ്പം ഇന്നത്തെ ദിവസം ഞാനിത് വായിക്കുകയാണ്, വളരെ വേഗത്തിൽ അത് വായിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റിവിഷനിലേക്ക് ഈ ഞാൻ ഓൾറെഡി വായിച്ചു വെച്ചതിനെ ഞാൻ പുഷ് ചെയ്യും. ഇതിന് ആക്റ്റീവ് റീകോളിലൂടെ വീണ്ടും ഓർത്തെടുത്ത് ഫ്രഷ്ലി. അപ്പം ആക്റ്റീവ് റീകോൾ വായിച്ചെടുക്കുമ്പോൾ തന്നെ എനിക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും എത്ര എനിക്ക് ഓർമ്മയുണ്ട്, എത്ര എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെ ഓർത്തെടുക്കണം എന്നുള്ളത്. അതും എനിക്ക് വായിക്കാനുള്ളതും ചേർത്തിട്ട് ഞാൻ 80% ടൈമിലേക്ക് വീണ്ടും പുഷ് ചെയ്യും. ദെൻ ഇത് ഈ എൻഗേജിങ് ആകുമ്പോൾ തന്നെ യുവർ പേസ് വിൽ ഇൻക്രീസ് അല്ലേ, യുവർ പേസ് വിൽ ഇൻക്രീസ്. അതർവൈസ് ഇതൊക്കെ വളരെ ബോർഡവുമായിട്ട് ഇങ്ങനെ പോകും. നിരന്തരം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോർഡവും വരും. അപ്പോൾ നമുക്ക് പേസ് കൂടുന്നില്ല എന്നുള്ളത് തോന്നും, അല്ലെങ്കിൽ വളരെ പേസിലൂടെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു തത്രപ്പാടിലാവും. പക്ഷേങ്കിൽ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് ഇത്രയും ആക്റ്റീവ് റീകോൾഡ് മനസ്സിലായി എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടെ വായിക്കും നേരം ഓട്ടോമാറ്റിക്കലി പേസ് കൂടും. മനസ്സിലാക്കി പോകുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ വേഗതയിൽ പോകുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും ഓർത്തെടുക്കാനും പറ്റുന്നില്ല. പക്ഷെ തീർത്തിൽ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, നമുക്കിത് എക്സാമിന് എഴുതേണ്ടതില്ല. അപ്പം ആ ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടി ഈ പറഞ്ഞ ടെക്നിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേസ് കൂടും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അലേർട്ട്നെസ് എപ്പോഴാണ്, അതിൻ്റെ മോർണിംഗ് ടൈമിലാണോ എപ്പോഴാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു പേജിൽ ഞാൻ ഈ ABC അനാലിസിസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഏതൊക്കെയാണ് വായിക്കേണ്ടത്, അതിനേതൊക്കെ പോർഷൻ ആണെന്ന് ജസ്റ്റ് സെഗ്മെൻറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഓരോന്ന് കഴിയുന്നതിന് ഞാൻ ടിക്ക് മാർക്ക് ചെയ്യും. ഫസ്റ്റ് റിവിഷൻ ചെയ്തു, സെക്കൻഡ് റിവിഷനിന് വേണ്ടി ഞാൻ പുഷ് ചെയ്തു. എപ്പോഴൊക്കെയാണ് ഞാൻ പുഷ് ചെയ്തത്? രാവിലെ, അതിൻ്റെ ടേബിൾ ഓരോ ഡേറ്റിന് കണക്കായിട്ട് അതങ്ങനെ പോകും. രാവിലെയാണ് പുഷ് ചെയ്തത്, അങ്ങനെ ചെയ്തു, അങ്ങനെ. അപ്പോൾ നൈറ്റ് ടൈമിലാണ് ചിലവർക്ക് ഡൾനെസ് വരുന്നുണ്ട്, നൈറ്റ് ടൈമിൽ ചെയ്യുന്നവരുണ്ട്. ഓരോ ടൈമിലാണ് അവർ ഒരു ടൈമിംഗ് പോലെ അത് ചെയ്യും. മൂന്നാമത്തത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് സെക്ഷൻ 3, നമ്മൾ ആക്റ്റീവ് റീകോൾ ടെക്നിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് മൈൻഡ് മാപ്പിങ്ങും കൂടിയുണ്ട്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു IDT പോലത്തെ ചില ഏരിയ വളരെ കോംപ്ലെക്സ് ആയിരിക്കും, ഇമ്പോർട്ടൻറ്റുമാണ്, കോംപ്ലെക്സ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം വായിച്ചു, അടുത്ത പ്രാവശ്യം വീണ്ടും അത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ വായിക്കാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുക. മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമായ സംഭവമൊന്നുമല്ല. ജസ്റ്റ് അതിനൊരു ഡയഗ്രാമാറ്റിക്കലിയോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് മോഡലിലോ അതിനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്താണ് ആ ഫുൾ ടോപ്പിക്കിൽ, ആ കോൺസെപ്റ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ കോൺസെപ്റ്റ് ഉള്ളൂ, ആ കോൺസെപ്റ്റിൽ ഇതേ മനസ്സിലാക്കാനുള്ളൂ. അതെവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട 2-3 എക്സാമ്പിൾ അവിടെ എഴുതി വെക്കുക. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോഡ്യൂൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമ്പിൾസും ഉണ്ടാവും, എന്തൊക്കെയാണ് അതിന് കോൺസെപ്റ്റിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അതൊക്കെ അവിടെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡ്.
മൈൻഡ് മാപ്പിംഗ് ടെക്നിക്, നല്ലൊരു റിലവൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ എൻ്റെ ചാനലിൽ ഇപ്പം അടുത്താണ് ഞാനത് ഇട്ടിട്ടുള്ളത്. ആക്ച്വലി മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് നമുക്ക് വേഗതയിൽ വായിക്കാൻ എളുപ്പവും ആക്കാൻ സഹായിക്കും. ബിക്കോസ് വൺസ് മാത്രമേ നമുക്ക് ഈ മൈൻഡ് മാപ്പിംഗ് അപ്ലൈ ചെയ്യേണ്ടൂ. അതൊരിക്കലും വരച്ച് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് റീകോൾ മെത്തേഡിലൂടെ അതിനെ ഓർത്തെടുക്കാൻ വീണ്ടും ഈസി ആയിരിക്കും. സോ ഡു ട്രൈ ദാറ്റ് ഓൾസോ. പിന്നെ ഈ ആക്റ്റീവ് റീകോൾ ഈ രണ്ട് മെത്തേഡാണ്. നോൺ ആക്റ്റീവ് റീകോൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി, റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. പിന്നെ ആസ് വെൽ ആസ് എഫക്റ്റീവ് റിവിഷൻ ചെയ്യാനും യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് 3 സെക്ഷൻ. അപ്പം വേഗതയിൽ വായിക്കാൻ നമുക്ക് ഇത് മതി. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ വേഗതയോടെ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ഇപ്പം ഓഡിറ്റ് പോലത്തെ, ഞാനിപ്പം IDT പറഞ്ഞു, IDTയിലാണ് ഞാൻ ഈ മണ്ടത്തരം ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് ബിക്കം ഈസി. ഓഡിറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചില പോർഷൻ വളരെ വേഗം തന്നെ വായിച്ച് തീർക്കാനുള്ളതുണ്ടാവും. ദാറ്റ് മീൻസ് ഞാൻ ഈ ABC അനാലിസിസ് ഞാൻ പറഞ്ഞില്ലേ, A പാർട്ട് കഴിഞ്ഞു, ബി പാർട്ടും വളരെ കൃത്യമായിട്ട് ചെയ്യണം. എയും ബിയും. C ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതാണ്. പക്ഷെങ്കിൽ ഞാൻ വേഗതയിൽ വായിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, അതിൻ്റെ ഹെഡിങ് മാത്രം വായിക്കുക. ഉള്ളിലത്തെ കണ്ടൻറ്റ് അത്ര ആവശ്യമില്ല. ബിക്കോസ് ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹെഡിങ്ങിലൂടെ നമുക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റും. C പാർട്ടിന് ഞാൻ ജസ്റ്റ് ഹെഡിങ് മാത്രം, ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ് മാത്രം വായിച്ചെടുത്ത് പോവുക. അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ഉള്ളിലകത്ത് അധികം പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണത് വേഗതയിൽ തീർക്കാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഞാൻ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ABC അനാലിസിസിലെ ABC കറക്റ്റായിട്ട് എൻ്റെ വായിച്ച് തീരും. സോ വാട്ട് ഈസ് റിക്വയർഡ് അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പേസ് താനെ ഇൻക്രീസ് ആവും. കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ഫിനിഷ് തിങ്സ് ഓഫ്. ഓക്കെ, ആൻഡ് റിവിഷൻ ഒന്ന് വായിച്ച് അതിൻ്റെ പിന്നിൽ തന്നെ അതിൻ്റെ റിവിഷൻ മെത്തേഡ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സേഫർ. ഫുൾ വായിച്ച് കഴിഞ്ഞാൽ എൻ്റയർ സിലബസ് വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ ഫുള്ളായിട്ട് വീണ്ടും റിവൈസ് ചെയ്യാനിരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇറ്റ് വിൽ മെമ്മറി ഫീഡായി കൊണ്ടിരിക്കും. അതിന് നല്ലത് നമ്മൾ ഈ പറഞ്ഞ റിവിഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് മെമ്മറി റിട്ടൻഷനും ഈ ആക്റ്റീവ് റീകോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻക്രീസിങ് യുവർ പേസ് ആസ് വെൽ ആസ് ഇറ്റ് വിൽ ഹെൽപ്പ് യു മെമ്മറൈസ് ദോസ് തിങ്സ്. Okay, hope you have liked this content, hope you have liked this video, and it would be definitely beneficial for you. If other than this there is any other doubt regarding any method or technique that you want to know, please do leave your comments in the comment section and I will definitely make a video on it. So this is Amit signing off. Stay healthy, stay motivated and stay connected, and thanks a lot for watching this video.